ഐതിഹ്യമാല അധ്യായം 9. കക്കാശ്ശേരി ഭട്ടതിരി. കോഴിക്കോട് ശക്തൻ തമ്പുരാന്റെ കാലത്ത്, അതായത് മാനവിക വിക്രമൻ എന്ന ശക്തൻ തമ്പുരാന്റെ കാലത്ത്, വേദശാസ്ത്ര പുരാണ തത്വജ്ഞാന്മാരായ മഹാബ്രാഹ്മണരുടെ ഒരു യോഗം ആണ്ടിലൊരിക്കൽ അവിടെ കൂടണമെന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ആ യോഗം കോഴിക്കോട്ട് തഴയിൽ ക്ഷേത്രത്തിൽ വേണം കൂടുക. ബ്രാഹ്മണർ അവിടെ കൂടിയാൽ വേദം, ശാസ്ത്രം, പുരാണം മുതലായവയെക്കുറിച്ച് വാദം നടത്തുകയും വാദത്തിൽ ജയിക്കുന്നവർക്ക് സംഭാവനയായി ഓരോ പണക്കിഴി തമ്പുരാൻ കൊടുക്കുകയും പതിവായിരുന്നു. വേദശാസ്ത്ര പുരാണങ്ങളുടെ ഓരോ ഭാഗങ്ങളെ വേർതിരിച്ച് 108 വിഭജിച്ച് അവയിൽ ഓരോ ഭാഗങ്ങൾക്കും പ്രത്യേകം വാദവും അവയ്ക്കെല്ലാം ഓരോ പണക്കിഴിയുമാണ് പതിവ്. അതുകൂടാതെ 109 വയോധികന്മാർക്ക് ഒരു കിഴി വിശേഷിച്ചും പതിവുണ്ട്. ഇങ്ങനെ കുറഞ്ഞൊരു കാലം കഴിഞ്ഞപ്പോൾ മലയാള ബ്രാഹ്മണരിൽ എല്ലാ വേദങ്ങളും എല്ലാ ശാസ്ത്രങ്ങളും അറിയാവുന്ന യോഗ്യന്മാർ കുറഞ്ഞു തുടങ്ങുകയും തമ്പുരാന്റെ ഈ ഏർപ്പാട് പരദേശങ്ങളിൽ പ്രസിദ്ധമാവുകയും പരദേശങ്ങളിൽ നിന്ന് യോഗ്യന്മാരായ ബ്രാഹ്മണർ ഈ യോഗത്തിൽ കൂടുന്നതിനായി ഇങ്ങോട്ട് വന്നു തുടങ്ങുകയും ചെയ്തു. അങ്ങനെ മലയാള ബ്രാഹ്മണരും പരദേശ ബ്രാഹ്മണരും കൂടി ആ 109 കിഴിയും കുറച്ച് കാലത്തേക്ക് വാങ്ങി വന്നു. പിന്നെയും കുറച്ചു കാലം കൂടി കഴിഞ്ഞപ്പോൾ വാദത്തിൽ ജയിച്ച് കിഴി വാങ്ങുവാൻ തക്ക യോഗ്യന്മാതയുള്ളവർ മലയാള ബ്രാഹ്മണരിൽ ആരുമില്ലാതെയായി. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് സർവജ്ഞനായി, വാശീനനായി, കവികുല ശിഖാമണിയായി ഉദ്ധന്ധൻ എന്ന നാമത്തോടുകൂടി ഒരു ശാസ്ത്രീയ ബ്രാഹ്മണൻ ഈ സഭയിൽ വന്ന് വാദം നടത്തുവാൻ പരദേശത്തിൽ നിന്നു വന്നു. അദ്ദേഹം വളരെ അറിവുള്ള ആളായിരുന്നു. എങ്കിലും അത്യന്തം ഗർവിഷ്ഠനുമായിരുന്നു അദ്ദേഹം. കേരള ദേശത്തേക്ക് കടന്നു വന്നത് തന്നെ ഗർവമായിട്ടാണ്. വലായധ്വം രേ ദുഷ്കിവ കുഞ്ചരാം വേദാന്താവനഞ്ച സഞ്ചാരീഹ്യാദുന്താന്തകാ കേസരി എന്നൊരു ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് ഇതിൻ്റെ അർത്ഥം. അതായത്, അല്ലയോ ദുഷ്കവികളാകുന്ന ആനകളെ, നിങ്ങൾ ഓടിക്കൊള്ളുവിൻ. എന്തെന്നാൽ വേദാന്തമാകുന്ന വനത്തിൽ സഞ്ചരിക്കുന്ന ഉന്ധന്തനാകുന്ന സിംഹം ഇതാ വരുന്നു. ഇദ്ദേഹം സഭയിൽ വന്ന സകല വിഷയത്തിലും വാദിച്ചു. മലയാളികളും പരദേശികളുമായ സകല യോഗ്യന്മാരെയും ജയിച്ച് കിഴികളെല്ലാം വാങ്ങി. ഇദ്ദേഹത്തിന്റെ ഇപ്രകാരമുള്ള യോഗ്യത കണ്ടപ്പോൾ ശക്തൻ തമ്പുരാന് വളരെ ബഹുമാനം തോന്നുകയാൽ ശാസ്ത്രികളെ തന്റെ കൂടെ തന്നെ സ്ഥിരമായി താമസിപ്പിച്ചു. ആണ്ടുതോറും ശാസ്ത്രികൾ എല്ലാവരെയും ജയിച്ച് കിഴികളെല്ലാം വാങ്ങുകയും ചെയ്തു. ഇങ്ങനെ ആയപ്പോൾ മലയാള ബ്രാഹ്മണർക്കെല്ലാം വളരെ ലജ്ജയും വ്യസനവുമായി തീർന്നു. തങ്ങളുടെ കൂട്ടത്തിൽ യോഗ്യന്മാരായിട്ട് ആരുമില്ലല്ലോ, പരദേശത്ത് നിന്ന് ഒരാൾ വന്ന് ഈ രാജസംഭാവനകളെല്ലാം വാങ്ങുകയും ഏറ്റവും ബഹുമതിയോടുകൂടി രാജസന്നിധിയിൽ താമസിക്കുകയും ചെയ്യുന്നിടത്ത് എന്ന് വിചാരിച്ച് ഇതിലേക്കൊരു നിവൃത്തിമാർഗം ആലോചിച്ച് നിശ്ചയിക്കുന്നതിനായി മലയാള ബ്രാഹ്മണരിൽ പ്രധാനന്മാരായിട്ടുള്ളവരെല്ലാവരും കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൂടി. പിന്നെ അവർ എല്ലാവരും കൂടി അവരുടെ കൂട്ടത്തിൽ ഉദ്ധാന്ത ശാസ്ത്രികളെ ജയിക്കുവാൻ തക്ക യോഗ്യതയുള്ള ഒരാൾ ഉണ്ടാകുന്നതിന് ഒരു മാർഗം ആലോചിച്ചു. അന്ന് കക്കാശ്ശേരി ഭട്ടതിരിയുടെ ഇല്ലത്ത് ഒരു അന്തർജനം ഗർഭാശങ്കയുള്ള വിവരം അറിഞ്ഞ് അവർ എല്ലാവരും കൂടി ഒരു ദിവ്യമന്ത്രം ജപിച്ച് ആ നിവൃത്തിക്കായി ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ മന്ത്രശക്തിയോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടി ആ അന്തർജനം പ്രസവിച്ച് ഒരു പുരുഷ പ്രജയുണ്ടായി. ആ ശിശുവാണ് കക്കാശ്ശേരി ഭട്ടതിരി എന്ന് ലോക പ്രസിദ്ധമായ നാമധേയത്തിന് വിഷയമായി തീർന്നതെന്നുള്ളത് വിശേഷിച്ച് പറയണ്ടല്ലോ. കക്കാശ്ശേരി ഭട്ടതിരി ബാല്യത്തിൽ തന്നെ അത്യന്തം ബുദ്ധിമാനായിരുന്നു. അദ്ദേഹത്തിന് 3 വയസ്സായപ്പോൾ അച്ഛൻ മരിച്ചു. പിന്നെ ഒരു സൽവത്സരം ദീക്ഷ വേണമല്ലോ. ദീക്ഷകാലത്തേക്ക് ബലിയിട്ട് പിണ്ടം കൊണ്ടുചെന്നു വെച്ച് കൈകൊട്ടുമ്പോൾ പിണ്ടം കൊത്തുന്നതിനായി വരുന്ന കാക്കകളെ കണ്ടാൽ തലേ ദിവസം വന്നിരുന്നവയും അല്ലാത്തതെയും പ്രത്യേകം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ബ്രാഹ്മണ ശിശു തൻ്റെ അമ്മയോട് പറയുക പതിവായിരുന്നു. അദ്ദേഹത്തിന് കാക്കാശ്ശേരി എന്ന പേര് സിദ്ധിച്ചത് തന്നെ ഇത് നിമിത്തമാണ്. അതിനു മുമ്പ് ഇല്ലപ്പേര് വേറെ ഏതാണ്ടോ ആയിരുന്നു. ഒരിക്കൽ കണ്ട കാക്കയെ വീണ്ടും കണ്ടാൽ അറിയുവാൻ സാധാരണ മനുഷ്യർക്ക് കഴിയുന്നതല്ലല്ലോ. ഈ ശിശുവിന് അത് സുഖകരമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബുദ്ധിയുടെ സൂക്ഷ്മത എത്രമാത്രമായിരുന്നു എന്ന് സ്പഷ്ടമാകുന്നു. ബ്രാഹ്മണർക്ക് സാധാരണയായി ഉപനയനത്തിന്റെ കാലം 8ാം വയസ്സിലാണ് വെച്ചിരിക്കുന്നത്. ഉപനയനം കഴിഞ്ഞാൽ നിത്യകർമാനുഷ്ഠാനങ്ങൾക്കും മറ്റുള്ള മന്ത്രങ്ങൾ പഠിക്കുകയും വേദോധ്യാനം ചെയ്യുകയും വേണ്ടതാകിയാൽ അതിന് തക്ക പ്രായം കൂടി വരണമല്ലോ എന്ന് വിചാരിക്കുകയായിരിക്കും അങ്ങ് വെച്ചിരിക്കുന്നത്. എന്നാൽ കുശാഗ്ര ബുദ്ധനായിരുന്ന കാക്കാശ്ശേരി ഭട്ടതിരിയെ 3ാം വയസ്സിൽ എഴുത്തിനിരുത്തുകയും 5.5 വയസ്സിൽ ഉപനയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് അതൊരു കാലത്ത് പഠിക്കേണ്ടതായി പഠിക്കുവാൻ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല.
അദ്ദേഹത്തിന്റെ ബാല്യകാലത്തിലെ ബുദ്ധിയുടെ മാഹാത്മ്യത്തിന്റെയും ശക്തിയുടെയും വക്രതയുടെയും ലക്ഷ്യവുമായി ഒരു സംഗതി കൂടി പറയാം. കാക്കാശ്ശേരി ഭട്ടതിരിയുടെ ബാല്യം മുതൽ തന്നെ അവിടെ അടുക്കുള്ള മൂക്കറ്റത്ത്, അതായത് മൂക്കുതല ഭഗവതി ക്ഷേത്രത്തിൽ ദിവസം തോറും തൊഴിയിക്കുവാൻ കൊണ്ടുപോകുക പതിവുണ്ടായിരുന്നു. ആ പതിവിൻ പ്രകാരം ഒരു ദിവസം ഒരു ഭൃത്യനോട് കൂടി പോയി തൊഴുതു തിരിച്ചു വരുമ്പോൾ വഴിയിൽ വെച്ച് ആരോ എവിടെയോ പോയിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ 5 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഈ ഉണ്ണി ഞാൻ ഭഗവതിയെ തൊഴാൻ പോയിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എപ്പോൾ മറ്റൊരാൾ എന്നിട്ട് ഭഗവതി എന്തു പറഞ്ഞു എന്ന് വീണ്ടും ചോദിച്ചു. ഉടനെ ഉണ്ണി പറഞ്ഞു, യോഗിമാർ സതതം പൊത്തും തുമ്പത്തള്ളയരഹോ നാഴിയിൽ പാതിയിൽ ആടില പല കാശിനിയെ വാനാവാ. ഇതൊരു ശ്ലോകം ചൊല്ലി. ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലാകാതെ ചോദ്യക്കാരൻ വിഷമിച്ചു. പിന്നെ അതിന്റെ അർത്ഥം ആ ഉണ്ണി തന്നെ താഴെ പറയും പ്രകാരം പറഞ്ഞു കേൾപ്പിച്ചു. യോഗിമാർ സതതം, എല്ലായ്പ്പോഴും. പൊത്തുന്നത് മൂക്ക്. യോഗികൾ എപ്പോഴും മൂക്ക് പിടിച്ച് ജപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇരിക്കുന്നത്. തുമ്പത്തെ, അതായത് അറ്റത്തെ തള്ളയാർ, അതായത് ഭഗവതി. എല്ലാം കൂടി മൂക്കറ്റത്ത് ഭഗവതി എന്നർത്ഥം. നാഴിയിൽ പാതി, അതായത് ഉരി ആടില, ആടിയില്ല, ഉരിയാടിയില്ല, അതായിരുന്നു അർത്ഥം. പല എന്ന് വെച്ചാൽ ബഹു, ആഘോഷേന എന്ന് വെച്ചാൽ മനേനെ, ആകാശത്തെ മാനമെന്നും പറയാറുണ്ടല്ലോ. വാ എന്നുകൂടി ചേർത്തു. ബഹുമാനം കൊണ്ട് നാ വാ അല്ലയോ, ബഹുമാനം കൊണ്ടോ അല്ലയോ എന്ന് ചോദിക്കും. ഈ അർത്ഥം കേട്ടപ്പോൾ ചോദ്യക്കാരൻ ആ ഉണ്ണി സാമാന്യനല്ല എന്ന് പറഞ്ഞു. കാക്കാശ്ശേരി ഭട്ടതിരിയുടെ സാമാവർത്താനം കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സർവജ്ഞനും നല്ല വാഗ്മിയും യുക്തിമാനുമായി തീർന്നു. അദ്ദേഹത്തിനാൽ ശക്തൻ തമ്പുരാന്റെ ബ്രഹ്മസമാധാനത്തിന്റെ ഉദ്ദാണ്ഡ ശാസ്ത്രങ്ങളുമായി വാദിക്കുന്നതിന് പോകാമെന്ന് മലയാള ബ്രാഹ്മണരെല്ലാവരും കൂടി അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ തന്നെ ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. സഭ കൂടുന്ന ദിവസം ക്ഷേത്രത്തിലെത്തി. ഉദ്ദാന്ത ശാസ്ത്രി അവരുടെ ഭാഗം വാദിക്കുന്നതിന് അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിട്ട് ഒരു തത്തക്കിളിയുണ്ട്. ശാസ്ത്രികൾ വാദത്തിന് പോകുമ്പോൾ ആ കിളിയെ കൂടെ കൊണ്ടുപോകും. അങ്ങനെ തന്നെയാണ് പതിവ്. കാക്കാശ്ശേരി ഭട്ടതിരി ആ വിവരം അറിഞ്ഞതിന് തന്റെ ഭൃത്യനെ കൊണ്ട് ഒരു പൂച്ചയെ കൂടി എടുപ്പിച്ചു കൊണ്ടുപോയിരുന്നു. ഭൃത്യനെ ക്ഷേത്രത്തിന് പുറത്തു നിർത്തിയിട്ട് ഭട്ടതിരി അകത്ത് കടന്നു ചെന്നു. അപ്പോൾ ശക്തൻ തമ്പുരാനും ഉദ്ദാന്ത ശാസ്ത്രികളും മറ്റും അനേകം യോഗ്യന്മാരും അവിടെ കൂടിയിരുന്നു. തമ്പുരാൻ ഭട്ടതിരിയെ കണ്ടിട്ട്, അന്ന് അദ്ദേഹം ബ്രഹ്മചാരി ആയിരുന്നതിനാൽ ഉണ്ണി എന്തിനാണ് വന്നത്, വാദത്തിൽ ചേരുവാനാണോ എന്ന് ചോദിച്ചു. അതെ എന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞു. അപ്പോൾ ശാസ്ത്രി ആകാരോ ഹ്രസ്വാം എന്ന് പറഞ്ഞു. ഉടനെ ഭട്ടതിരി നഹി നഹികാരോ ദീർഘ ആകാരോ ഹ്രസ്വാം എന്നുത്തരം പറഞ്ഞു. ശാസ്ത്രികൾ ഭട്ടതിരിയെ കണ്ടിട്ട് അദ്ദേഹം കുട്ടിയായിരുന്നതിനാൽ ആകാരം, അതായത് ശരീരം, ഹ്രസ്വം, അതായത് നീളം കുറഞ്ഞത്, മുണ്ടനായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിന് ഭട്ടതിരി ആകാരം ആ എന്നുള്ള അക്ഷരമെന്ന് ആർത്ഥമാക്കി ഉത്തരം പറഞ്ഞു. ഈ യുക്തിയിൽ ശാസ്ത്രികൾ മടങ്ങി ലജ്ജിച്ചുപോയി. ഉടനെ എല്ലാവരും ഇരുന്നു. വാദം ആരംഭിക്കാറായപ്പോഴേക്കും ശാസ്ത്രികൾ തന്റെ കിളിയെ എടുത്ത് മുമ്പിൽ വെച്ചു. ഉടനെ ഭട്ടതിരി തന്റെ പൂച്ചയും കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ മുമ്പിലും വെച്ചു. പൂച്ചയെ കണ്ടപ്പോഴേക്കും കിളി ഭയപ്പെട്ട് നിശബ്ദനായിരുന്നു. പിന്നെ ശാസ്ത്രി തന്നെ വാദം തുടങ്ങി. ശാസ്ത്രികൾ പറഞ്ഞ പൂർവപക്ഷത്തെ എല്ലാം ഭട്ടതിരി ഖണ്ഡിച്ചു. ശാസ്ത്രികൾ എന്തു പറഞ്ഞുവോ അതെല്ലാം ഭട്ടതിരി അബദ്ധമാണെന്ന് പറയുകയും യുക്തി കൊണ്ട് സർവസ്വവും സാധിക്കുകയും ചെയ്തു. ഒന്നും കൊണ്ടും ശാസ്ത്രി വിചാരിച്ചാൽ ഭട്ടതിരിയെ ജയിക്കുവാൻ കഴിയുകയില്ലെന്ന് തീർച്ചയായപ്പോൾ തമ്പുരാൻ ഇനി അധികം വാദിക്കണമെന്നില്ല. രഘുവംശം കാവ്യത്തിലെ ആദ്യത്തെ ശ്ലോകത്തിന് അധികം അർത്ഥം പറയുന്നത് നിങ്ങളിൽ ആരോ അവർ ജയിച്ചു എന്ന് തീർച്ചപ്പെടുത്തും. ശാസ്ത്രികൾ ആ ശ്ലോകത്തിന് അർത്ഥം പറയുന്നത് പോലെ മറ്റാരും പറയുകയില്ലെന്ന് തമ്പുരാന് വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ടും മഹായോഗനായ അദ്ദേഹത്തെ അശേഷം മടക്കിയെന്ന് വരുത്തുന്നത് കഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടുമാണ് ഇപ്രകാരം പറഞ്ഞത്. ഉടനെ തമ്പുരാൻ പറഞ്ഞതിനെ രണ്ടുപേരും സമ്മതിച്ചു. ശാസ്ത്രികൾ അർത്ഥം പറയുവാനും തുടങ്ങി. ശാസ്ത്രികൾ ആ ശ്ലോകത്തിന് 4 വിധത്തിൽ അർത്ഥം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇതിലധികം ഇനി ആരും പറയുകയില്ലെന്ന് കഴിയെല്ലാം ശാസ്ത്രികൾക്കെല്ലാമായി എന്നും വിചാരിച്ചു. ഭട്ടതിരി ആ ശ്ലോകത്തിന് ശാസ്ത്രികൾ പറഞ്ഞതിലധികം വ്യക്തമായും പൂർണ്ണമായും അക്ലിഷ്ടമായും 8 അർത്ഥം പറഞ്ഞു. ഉടനെ ശാസ്ത്രികൾ മടങ്ങിയെന്ന് സ്വയമേ സമ്മതിച്ചു. കിഴി 108 ഭട്ടതിരി വാങ്ങുകയും ചെയ്തു. അപ്പോൾ ശാസ്ത്രികൾ വയോവൃദ്ധന്മാർക്കുള്ള കിഴിക്ക് അർഹത എനിക്കുള്ളതാണ്, ഇന്നിവിടെ കൂടിയിട്ടുള്ളതിൽ എന്നോളം വയോവൃദ്ധനായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞു. ഉടനെ ഭട്ടതിരി വയസ്സു കൂടുതലാണെന്ന് നോക്കുന്നതെങ്കിൽ ഈ കിഴിക്ക് അർഹത എൻ്റെ ഭൃത്യനാണ്, അവന് 85 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. വിദ്യാവൃദ്ധത എന്നോളം മറ്റാർക്കുമില്ലല്ലോ, നിങ്ങളെല്ലാവരും സമ്മതിക്കുകയും ചെയ്തുവല്ലോ. എന്തിനു വളരെ പറയുന്നു, യുക്തി കൊണ്ട് ഭട്ടതിരിയെ ജയിക്കുവാൻ ആരുമില്ലാതായതുകൊണ്ട് ഒടുക്കം 109ാമത്തെ കിഴിയും അദ്ദേഹം തന്നെ വാങ്ങി.
ഉദ്ദാന്ത ശാസ്ത്രികൾ മുതലായ പരദേശ ബ്രാഹ്മണരെയെല്ലാം ലജ്ജയോടും മലയാള ബ്രാഹ്മണരെല്ലാം സന്തോഷത്തോടും കൂടി പിരിയുകയും ചെയ്തു. പിന്നെയും സ്ഥലത്തു വെച്ച് പല സംഗതിവശാലും ശാസ്ത്രികളും ഭട്ടതിരിയുമായി വളരെ വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നിലും ഭട്ടതിരി മടങ്ങിയിട്ടില്ല. അവർ തമ്മിൽ നടത്തിയതായി കേട്ടിട്ടുള്ള മിക്ക വാദങ്ങളിലും കുറേശ്ശെ അസഭ്യങ്ങൾ കൂടി അന്തർഭവിച്ചിട്ടുള്ളതായും വിസ്തരഭയത്താലും അവരെ അവിടെ പ്രത്യേകമെടുത്ത് വിവരിക്കുന്നില്ല. ഭട്ടതിരി കിഴി വാങ്ങുന്നതിലൂടെ തന്നെ ആണ്ടുതോറും കിഴികളെല്ലാം അദ്ദേഹം തന്നെ വാങ്ങി വന്നു. അദ്ദേഹത്തെ ജയിക്കുന്നതിന് മലയാളത്തിലും പരദേശത്തിലും ആരുമുണ്ടായിരുന്നില്ല. ഭട്ടതിരിയുടെ ബുദ്ധിയോടും ജ്ഞാനത്തെപ്പറ്റിയും ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ പുരുഷപ്രായമായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കേവലം ഒരു അധ്വയനായി തീർന്നു. സമവർത്താനം കഴിഞ്ഞതിന്റെ ശേഷം അദ്ദേഹം ഇല്ലത്ത് സ്ഥിരമായി താമസിക്കുകയുണ്ടായിരുന്നില്ല. സർവം ബ്രഹ്മയം എന്നുള്ള ബുദ്ധിയോടുകൂടി പല ദേശങ്ങളിലും സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ അദ്ദേഹം പരദേശത്തെവിടെയോ ഒരു സത്രത്തിൽ ഇരിക്കുമ്പോൾ അവിടെ പല ദേശക്കാരും ജാതിക്കാരുമായ അനേകം വഴിപോക്കർ വന്നുകൂടി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ പാന്തന്മാർ തമ്മിൽ ഒരു അടികലശമുണ്ടായി. പരസ്പരം വളരെ അസഭ്യം പറയുകയും ചെയ്തു. ഉടനെ അവരിൽ ഒരു കൂട്ടക്കാർ ഓടിപ്പോയി സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു. ഉദ്യോഗസ്ഥന്മാർ ഷേവുകാരെ വിട്ട് എല്ലാവരെയും പീഡിപ്പിച്ച് നിർത്തി. അപ്പോൾ രണ്ടു കൂട്ടരും അവരവരുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കുകയും താന്താന്തങ്ങൾ നിർദോഷികളാണെന്ന് വാദിക്കുകയും ചെയ്തു. അപ്പോൾ ഉദ്യോഗസ്ഥൻ നിങ്ങൾക്ക് സാക്ഷികളുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ ഈ രണ്ടു കൂട്ടക്കാരും ആ സത്രത്തിൽ ഒരു മലയാളി ഇരിക്കുന്നുണ്ട്, അദ്ദേഹം ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടുമുള്ള ആളാണ്. ഉദ്യോഗസ്ഥന്മാർ ഭട്ടതിരിയെയും പിടിച്ചു വരുത്തി ചോദിച്ചു. അപ്പോൾ ഭട്ടതിരി അവിടെ നടന്ന സംഭവങ്ങളെല്ലാം വിവരമായി പറഞ്ഞു. പിന്നെ ഇവർ തമ്മിൽ പറഞ്ഞ അസഭ്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഉദ്യോഗസ്ഥൻ ചോദിച്ചു. അപ്പോൾ ഭട്ടതിരി, എനിക്ക് അവരുടെ ഭാഷ അറിഞ്ഞുകൂടാ, അതിനാൽ അവർ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല, എങ്കിലും അവർ തമ്മിൽ പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ആ രണ്ട് ഭാഗക്കാരും പരസ്പരം പറഞ്ഞ വാക്കുകളുടെ എല്ലാം അദ്ദേഹം അവിടെ പറഞ്ഞു കേൾപ്പിച്ചു. കർണാടകം, തെലുങ്ക്, മഹാരാഷ്ട്രം, ഹിന്ദുസ്ഥാനി, തമിഴ് മുതലായി ഭട്ടതിരിക്ക് അറിഞ്ഞുകൂടാത്തതായ അനേകം ഭാഷകളിൽ അനേകം പേർ കൂടി ഒരു ലഹളയിൽ വെച്ച് നടന്ന സംഭാഷണം മുഴുവൻ യഥാക്രമം കേട്ട് ധരിച്ചു. മറ്റൊരു സ്ഥലത്ത് ഒരക്ഷരം പോലും തെറ്റാതെ പറഞ്ഞു എന്നുള്ളതും അദ്ദേഹത്തിന്റെ ധാരണാശക്തി എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു ലക്ഷ്യമാണ്. ഭട്ടതിരിക്ക് തീണ്ടലെന്നും തൊടിയിലെന്നുമുള്ള മറ്റൊരു അജ്ഞാനങ്ങളൊന്നുമില്ലായിരുന്നു. അദ്ദേഹം ആർ ചോറ് കൊടുത്താലും ഉണ്ണും. ക്ഷേത്രങ്ങളിലും ബ്രാഹ്മണ ആലയങ്ങളിലും എല്ലാം കയറുകയും എല്ലാവരെയും തൊടുകയും ചെയ്യും. കുളിസുഖത്തിനും ശരീരത്തിലെ അഴുക്ക് പോകുന്നതിനുമല്ലാതെ ശുദ്ധിക്കായിട്ടെന്നുള്ള വിചാരം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഇങ്ങനെയായി തീർന്നപ്പോഴേക്കും മലയാള ബ്രാഹ്മണർക്കൊക്കെ വലിയ വിഷതമായി തീർന്നു. ശുദ്ധാശുദ്ധ വിചാരം കൂടാതെയുള്ള മലയാളത്തിലെ ആചാരങ്ങളൊന്നും കൈകൊള്ളാതെയും തൊട്ടുന്നതും നടക്കുന്ന ഇയാളെ നമ്മുടെ ഇല്ലങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ കയറ്റിക്കൂടാ എന്നൊക്കെ ഭട്ടതിരി അടുക്കലില്ലാത്തപ്പോൾ എല്ലാവരും വിചാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യും. എങ്കിലും ഭട്ടതിരി വന്നു കയറുമ്പോൾ വിരോധിക്കാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. ആരെയും എന്തെല്ലാം പറഞ്ഞാലും ശാസ്ത്രം കൊണ്ടും യുദ്ധി കൊണ്ടും ഭട്ടതിരി അവരെ മടക്കുമെന്ന് ഭട്ടതിരിക്കും ഭ്രഷ്ടമുണ്ടായിരുന്ന സാധിക്കുവാൻ ആര് വിചാരിച്ചാലും കഴിയില്ലെന്നും എല്ലാവർക്കും നിശ്ചയമുണ്ടായിരുന്നതിനാൽ നേരിട്ടാരും ഒന്നും അദ്ദേഹത്തോട് പറഞ്ഞില്ല. ആണ്ടുതോറും പതിവുള്ള സഭാ സമ്മേളനത്തിനായി ഒരിക്കൽ ശക്തൻ തമ്പുരാനും യോഗ്യന്മാരായ അനേകം ബ്രാഹ്മണരും കൂടി തളിയിൽ ക്ഷേത്രത്തിൽ കൂടിയിരുന്നപ്പോൾ പതിവ് പോലെ ഭട്ടതിരിയും അവിടെ എത്തി. ഭട്ടതിരി കിഴിയെല്ലാം വാങ്ങി യാത്രയായപ്പോൾ ബ്രാഹ്മണന്മാരുമായി. ബ്രാഹ്മണർ പറഞ്ഞു, ആപതി കിം കരണീയം. ഭട്ടതിരി തിരിച്ചു പറഞ്ഞു, സ്മരണീയം ചരണയുഗളമാംഭയാം. ബ്രാഹ്മണർ പറഞ്ഞു, തൽസ്മരണം കിം കുരുതേ. ഭട്ടതിരി പറഞ്ഞു, പ്രമാദീ ചിങ്കിരകരുതേ. ഈ ശ്ലോകരൂപേണ ചോദ്യോത്തരമായിട്ട് ഒരു സംഭാഷണമുണ്ടായി. ഭട്ടതിരിയുടെ അഹംബർക്കം അവർക്കൊരു ആപത്തായി തീർന്നുവരുന്നുകൊണ്ടും അദ്ദേഹത്തെ വർജിക്കുന്നതിന് നിവൃത്തിയില്ലാതെ വന്നതുകൊണ്ടുമാണ് ബ്രാഹ്മണർ അങ്ങനെ ചോദിച്ചത്. ആപത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ബ്രാഹ്മണരുടെ ചോദ്യത്തിന് അർത്ഥം. ദേവിയുടെ പാദങ്ങളെ സ്മരിക്കണമെന്നും ആ പാദങ്ങളെക്കുറിച്ചുള്ള സ്മരണം എന്തിനെ ചെയ്യുമെന്നും പിന്നെ ചോദ്യം. അത് ബ്രഹ്മാവ് മുതലായവർ കൂടിയും ഭൃത്യന്മാരായി കൂടിയും ചെയ്യുമെന്നും ഭട്ടതിരിയുടെ പിന്നത്തെ ഉത്തരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും പിരിയുകയും ചെയ്തു. പിറ്റേ ദിവസം ബ്രാഹ്മണർ എല്ലാവരും കൂടി പത്മമിട്ട് വിളക്കും വെച്ച് ഭഗവതിയെ പൂജിക്കുകയും പലവിധത്തിലുള്ള മന്ത്രങ്ങൾ കൊണ്ട് പുഷ്പാഞ്ജലി അർപ്പിക്കുകയും ആപന്നിവൃത്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു തുടങ്ങി. അങ്ങനെ 40 ദിവസത്തെ ഭഗവത് സേവ കഴിഞ്ഞ് 41-ാം ദിവസം ഭട്ടതിരി അവിടെ ചെന്ന് പുറത്തു നിന്നുകൊണ്ട് കുടിക്കുവാൻ കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. ഉടനെ ഒരാൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ഭട്ടതിരി അതെടുത്ത് കുടിച്ച് പാത്രം കമിഴ്ത്തി വെച്ചിട്ട്, എനിക്ക് ഭ്രഷ്ടമുണ്ട്, അങ്ങോട്ടും കയറുകയും നിങ്ങൾ ആരെയും തൊടുകയും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അതിൽ പിന്നെ അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല. അതിനാൽ ഭട്ടതിരിയുടെ ചരമഗതി എവിടെയാണെന്നും അത് എങ്ങനെയായിരുന്നെന്നുമൊന്നും ആർക്കും ഒരു വിവരവുമില്ല.
ഇദ്ദേഹത്തിന്റെ ജീവിതകാലത്തെക്കുറിച്ചും തക്കതായ ലക്ഷ്യമൊന്നും കാണുന്നില്ല. എങ്കിലും കൊല്ലവർഷം 600-നും 700-നും മധ്യയാണ് ഊഹിക്കുന്നത്. ഈ ഭട്ടതിരിക്ക് സന്തതി ഉണ്ടാകുവാൻ ഇടയാകാഞ്ഞതുകൊണ്ടും വേറെ പുരുഷന്മാർ ആ ഇല്ലത്ത് ഇല്ലാതിരുന്നതും കൊണ്ടും അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞതിനോടും കൂടി ആ ഇല്ലം അന്യം നിന്നു പോവുകയും ചെയ്തു. ഇതോടുകൂടി ഐതിഹ്യമാല 9-ാം അധ്യായം പൂർണ്ണമാകുന്നു. ഇനി 10-ാം അധ്യായമാണ് മുട്ടസ് നമ്പൂതിരി. തുടരും.